ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പി. പ്രകടന പത്രിക പുറത്തിറക്കി. മോദിയുടെ ഗ്യാരണ്ടി എന്ന ആശയത്തിലൂന്നിയാണ് പ്രകടന പത്രിക. രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ബി.ജെ.പി. അധ്യക്ഷൻ ജെ.പി. നദ്ദ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ബി.ജെ.പി. പ്രകടന പത്രിക പുറത്തിറക്കിയത്. 70 വയസ്സ് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ. അന്താരാഷ്ട്ര രാമായണോത്സവം നടത്തും. ദരിദ്ര വിഭാഗങ്ങൾക്ക് 3 കോടി വീട് നിർമ്മിച്ചു നൽകും. 6G സാങ്കേതികവിദ്യ രാജ്യത്ത് കൊണ്ടുവരും. മുദ്രാ ലോൺ 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമാക്കും. വനിതാ സംവരണം നടപ്പിലാക്കും. വടക്ക് തെക്ക് ബുള്ളറ്റ് ട്രെയിൻ റൂട്ടിന്റെ സാധ്യതാ പഠനം നടത്തും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കുമെന്നും പ്രകടന പത്രികയിലുണ്ട്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതും CAA നടപ്പിലാക്കിയതും നേട്ടങ്ങളായ ബി.ജെ.പി. പ്രകടന പത്രികയിൽ ഉയർത്തിക്കാട്ടി. രാജ്യത്തെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നും ബി.ജെ.പി. പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചു. बीजेपी ने आर्टिकल 370 को हटाया और हम CAA लेकर आए। रिफॉर्म, परफॉर्म, ट्रांसफॉर्म के मंत्र पर चलते हुए हम और तेजी से आगे बढ़ेंगे. വന്യമൃഗ മനുഷ്യ സംഘർഷം നേരിടാൻ സംസ്ഥാന സർക്കാരുകളുമായി ചേർന്ന് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുമെന്നും ബി.ജെ.പി. പ്രകടന പത്രികയിൽ വ്യക്തമാക്കുന്നു. ജനപ്രിയ പദ്ധതികളിലും വികസന പദ്ധതികളിലും പൊതിഞ്ഞ് ബി.ജെ.പിയുടെ ഹിന്ദുത്വ അജണ്ട പ്രകടന പത്രികയിലൂടെ അവതരിപ്പിച്ചു. UCC നടപ്പിലാക്കുമെന്ന് പറയുന്ന ബി.ജെ.പി. പക്ഷേ രാജ്യത്തെ പ്രധാന പ്രശ്നങ്ങൾ പ്രകടന പത്രികയിൽ പരാമർശിക്കുന്നില്ല. അരവിന്ദ് PR, Media One, ഡൽഹി.